അപ്പോൾ അവർ കുളിപ്പിച്ചൊക്കെ എടുത്ത് നന്നാക്കി എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അവളെ ചേർത്ത് അടിച്ചു നോക്കിയപ്പോൾ എനിക്കിപ്പോൾ ഒരു കൺഫ്യൂസ്, ഇത് ആണാണോ പെണ്ണാണോ? നമ്മൾ തട്ടികളെ വളർത്തിയിട്ടുണ്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന്. അപ്പം പെണ്ണാണെന്നൊക്കെ പറഞ്ഞത് തന്നു. അപ്പം എനിക്കൊരു സംശയം, ഇത് ആളായിരിക്കുമോ? കാരണം അവളുടെ ഓട്ടവും ചാട്ടവും ബഹളവും കുന്തമൊക്കെ കണ്ടപ്പോൾ ഒരു ആൺകുട്ടികളുടെ ശൂര്. അപ്പോൾ പെൺകുട്ടിയായിരുന്നു അവൾ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ചോക്കു. തീരെ പൊടിയായിട്ടുള്ള കുഞ്ഞി ചോക്കു. അന്ന് ചോക്കുവിന് 2 മാസമുള്ള ഡോഗാണ്. അതിൻ്റെ വാക്സിനേഷൻ ഹിസ്റ്ററി പേപ്പർ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. അവർ കുറച്ച് ഡോഗ് ഫുഡ് തന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ചെറിയൊരു കേജ് വാങ്ങി. അങ്ങനെ ചോക്കുമായിട്ട് നമ്മൾ പുറത്തേക്ക് വന്നു. ചോക്കുവിന് അവർ ഫുഡ് കൊടുത്തു വരുന്നതിന് മുമ്പ്. ചോക്കു ആർത്തി പിടിച്ച് ഭയങ്കര തീറ്റ. അത് മൊത്തം ഒറ്റ 2-3 സെക്കൻഡിൽ അത് മുഴുവൻ തിന്ന് തീർത്തു ഡോഗ് ഫുഡ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവളെ എടുത്ത് പതുക്കെ ഞാനൊരു സ്കൂട്ടറിലാണ് പോയത്. സ്കൂട്ടറിൽ കേജ് എടുത്ത് കയറ്റി വെച്ചു. പുറത്ത് വന്നു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. കേജ് ഞാൻ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിനുള്ളിൽ കയറ്റി വെച്ചു. ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒച്ചയും ബഹളവും കേൾക്കുന്നു. നമ്മുടെ പെൺകുട്ടി അവള് വൊമിറ്റ് ചെയ്യുന്നു അതിനകത്ത്, മറ്റേ കേജിനുള്ളിൽ. പിന്നെ ഞാൻ പെട്ടെന്ന് എടുത്ത് പുറത്തു കൊണ്ടുപോയി ടിഷ്യൂ ഒക്കെ എടുത്ത് കേജൊക്കെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു സ്വന്തമായിട്ട് എനിക്കൊരു പഞ്ഞിക്കുട്ടി, പാവക്കുട്ടിയെ സ്വന്തമായിട്ട് കിട്ടി. അതെന്നെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. ഞാനതിനെ കയ്യിൽ ചേർത്ത് പിടിച്ച് വീട്ടിനുള്ളിൽ കൊണ്ടുപോയി അവിടെ വെച്ച വഴി അത് കിടന്ന് ഓടാൻ തുടങ്ങി. വീട് മുഴുവനും ഓട്ടം, ഭയങ്കര എറിച്ചിൽ കത്തിക്കുന്ന പോലെ, അതായത് റോക്കറ്റ് വിട്ട പോലെ അവളെ ഓടുവാണ് അവിടെ കിടന്നിട്ട്. പിന്നെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവൾക്ക് പെട്ടെന്ന് തന്നെ അവൾക്കുള്ള കുറച്ച് പാല് ഇതൊക്കെ എല്ലാം വാങ്ങി. പക്ഷെ ഒന്നും കഴിക്കുന്നില്ല അവൾ. പെട്ടെന്ന് സ്ഥലം മാറിയതിൻ്റെ എന്തോ ഫ്രീഡം കിട്ടിയ എന്തൊക്കെയോ കാര്യം. പിന്നെ കുറേ കളിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒന്ന് വെറുതെ മയങ്ങി. പിന്നെ എണീറ്റ് ഓടാൻ തുടങ്ങി. ഞാനൊരു ഷർട്ട് പീസ് എടുത്ത് താഴ്ത്തിട്ടു, അതിൻ്റെ ഒരു ടീഷർട്ട് എടുത്ത് താഴ്ത്തിട്ടു. അതിനെ കടിച്ചും വരച്ചും ഒക്കെ ഇത്. പിന്നെ നോക്കിയപ്പോൾ ഞാനാകെ പെട്ട പോലെ. അപ്പിയിടുന്നു. നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യും നേരത്തെ എനിക്ക് അപ്പോൾ ആദ്യമൊന്നും എനിക്ക് കൺഫ്യൂസ്ഡായി. കാരണം നാട്ടിൽ ഞങ്ങൾ ഡോഗിനെ വളർത്തിയിട്ടുണ്ടെങ്കിലും അവർ പുറത്തൊക്കെ പോയി കാര്യങ്ങൾ സാധിക്കും. ഇത് അപ്പാർട്ട്മെൻറ്റിൽ മുകളിൽ നിന്ന് താഴത്ത് കൊണ്ടുവരാൻ ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ. പിന്നെ ഞാൻ തുണികൾ കൊണ്ട് തുടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ തുണികൾ ഡിസ്റ്റർബായി. പിന്നെ ഞാൻ ടിഷ്യൂസൊക്കെ വാങ്ങിച്ച് വെച്ചു അവിടെ. അങ്ങനെ പിന്നെ ചോക്കുവിനെ ക്ലീനിങ് എല്ലാം ചെയ്യുന്നത് ടിഷ്യൂകൾ കൊണ്ടൊക്കെ ആയി കേട്ടോ. അപ്പം പിന്നെ നമുക്കൊരു സമാധാനമായി. അത് വെച്ച് ചെയ്ത് ചോക്ക് കുറച്ചൊക്കെ ഞാനുമായിട്ട് വല്ലാണ്ട് അടുത്തു. രാത്രിയിലൊക്കെ വന്ന് ഞാനപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ കിടക്കാതെ സോഫയിൽ വന്ന് കിടക്കും. ചോക്ക് എൻ്റെ മേത്ത് വന്ന് കിടന്നുറങ്ങും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വല്ലാണ്ട് അറ്റാച്ച്ഡായി. അപ്പോൾ ചോക്കിന് ചെറുതായിട്ട് ഭക്ഷണങ്ങൾ വച്ചു കൊടുക്കും. ചോക്കും അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കുകയൊന്നുമില്ല അധികമൊന്നും. വല്ലപ്പോഴൊക്കെ വന്ന് അടക്കുന്നതിന് കടിച്ചിട്ട് പോവും. പിന്നെ വെള്ളം കുടിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൊണ്ട് നമ്മളെ ജീവിതം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സുഖമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഒരു ദിവസം ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ ഡേറ്റ്സ് കഴിക്കും ദിവസം. അപ്പോൾ ഞാൻ ഡേറ്റ്സ് എടുത്ത് കഴിക്കാനായിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ ചോക്കൊന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തു. അപ്പോൾ അത് മണത്തിട്ട് അങ്ങ് പോയി. ഇപ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് കഴിക്കാതെ അങ്ങ് പോയി. ഞാൻ പോയി തിരികെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഡേറ്റ്സൊക്കെ തിന്നിട്ടുണ്ട്. എൻ്റെ ഒരു പാക്കറ്റ് ടിഷ്യൂസ് അവൾ കാടിച്ച് പറിച്ച് ആ വീട് മുഴുവനും പീസാക്കി ഇട്ടേക്കുന്നു. എനിക്ക് എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. ഞാനെടുത്ത് ഒരടി കൊടുത്തു. അടിച്ച് പേടിച്ച് പോയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ പൊളിച്ചിരുന്നു. അപ്പം പിന്നെ ഞാൻ അത് കാണിച്ചിട്ട്, മുഖം കൊണ്ട് അതിനെ കാണിച്ചിട്ട് അവളെ ഞാൻ ഒത്തിരി തല്ലി. എൻ്റെ കൺട്രോൾ പോയി. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ഥലമല്ലേ. പെട്ടെന്ന് വീട് മുഴുവനും ഇത് ഓഫീസിൽ പോകേണ്ട ടൈം, അവിടെയൊക്കെ മൊത്തം ഇതാക്കി വെച്ചിരിക്കുന്നു. പിന്നെ കഷ്ടം തോന്നി. ചോക്കുനെ എടുത്ത് പുന്നരിച്ച് എനിക്ക് തന്നെ കഷ്ടം തോന്നി അവളുടെ വിഷമം കണ്ടപ്പോൾ. പിന്നെ നമ്മളെടുത്ത് അവളെ മാറ്റി കേട്ടോ. പിന്നെ സ്നേഹങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ വീണ്ടും ലവായി, സ്നേഹത്തെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു. അടുത്ത ദിവസം ഞാൻ ജിമ്മിൽ പോയി വന്നപ്പോൾ കണ്ട കാഴ്ച, ഭിത്തി തുറന്ന് വെച്ചിരിക്കുന്നു. എങ്ങനെ തുറന്നു എന്നറിയില്ല. ഒരു കുഴിയാക്കി വെച്ചിരിക്കുന്നു താഴെ. ടോയ്ലറ്റിൻ്റെ സൈഡിൽ ഉള്ള ഭിത്തി മാന്തി അവിടെയുള്ള എല്ലാം പെയിൻറ് എല്ലാം ഇളക്കി നിലത്തിട്ടിട്ട് ഒരു കുഴിയാക്കി വെച്ചിരിക്കുന്നു അവിടെ. എന്നിട്ട് മാന്തിക്കൊണ്ട് നിൽക്കുവാണ് അവിടെ. പിന്നെ തല്ലാനൊന്നും തോന്നുന്നില്ല. കുറേ വഴക്ക് പറഞ്ഞു.
അതുകൊണ്ട് കാണിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ കുറേ ഡബ്ബകളൊക്കെ പെറുക്കി വെച്ചു. കാരണം ചോക്കിൻ്റെ വീക്ക്നെസ് സ്ഥലം പോലെയായത്. അവിടെ എപ്പോൾ കണ്ടാലും പോയി പിന്നെ അവിടെ കുറേ ഡബ്ബകളൊക്കെ പെറുക്കി വച്ചു. അങ്ങനെ കുസൃതികളും ഇതുകളായിട്ട് ചോക്കു ഓരോ ദിവസവും വളരാൻ തുടങ്ങി. പിന്നെ ഞാൻ ചോക്കുവിന് അപ്പോൾ വിൻ്ററായിരുന്നു ഇവിടെ. ചോക്കുവിന് ഒത്തിരി ഡ്രസ്സുകൾ വാങ്ങിച്ചു. 10-12 ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ. അതൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുക, ചോക്കുവിനെ കൊണ്ട് വാക്കിങ്ങിന് പോവുക. ഞാൻ എവിടെ പോയാലും ചോക്കുവിന് ചിലപ്പോഴൊക്കെ ഓഫീസിൽ കൊണ്ടുപോകും. പുറത്തൊക്കെ കറങ്ങാൻ പോകുമ്പോൾ ചോക്കുമായിട്ട് പോകും. ചോക്കു പക്ഷേ കാറിൽ പോകുന്ന ചോക്കിന് ഇഷ്ടമല്ല കേട്ടോ. മോഷൻ സിക്നസിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് തന്നെ ചോക്ക് കംഫർട്ടബിളല്ല കാറിൽ പോകുന്നത്. സ്കൂട്ടറിൽ കയറി പോകുന്നത് ചോക്കിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കേജിലാക്കി വയ്ക്കും അവളെയും കൊണ്ട് ഞാൻ.